മഴ വന്നപ്പോൾ നമ്മൾ കടലിന്റെ മക്കൾ വേണം എല്ലാവർക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കടലിന്റെ മക്കളെന്ന് വേർതിരിച്ചാണ് നമ്മളെല്ലാവരും ഒരു മക്കളാണ്. ഈ സ്ഥലത്തൂടെ ഈ വണ്ടിക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ നിന്നവരെല്ലാം പറഞ്ഞ പോകരുത് എന്ന് പറഞ്ഞ താണ്ടെ അവസാനം ഒത്ത നടുക്ക് വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് കൊണ്ടുവന്നത്. കുറെ പാടുപെട്ടില്ലേ? നല്ലപോലെ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് നല്ല മഴയൊന്നുമില്ല, ഇന്നലെ വൈകിട്ട് തുടങ്ങി നല്ല മഴയാണ്. വൈകിട്ട് ഇന്നലെ ഉച്ചയോട് കൂടിയൊക്കെ തുടങ്ങി നല്ലൊരു മഴയായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം ഈ ഉണക്കായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴ വന്നാൽ വെള്ളം കയറുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ ഉണങ്ങി കിടക്കുമല്ലേ, ആറൊക്കെ വരണ്ട് കിടക്കുമായിരുന്നു. അപ്പം മഴയൊക്കെ ഒന്ന് പെയ്ത് ഒരു നല്ല മഴയൊക്കെ 2 നാളൊക്കെ കിട്ടിക്കഴിഞ്ഞൊക്കെ അങ്ങനെ വെള്ളം കയറുവാണെങ്കിലും എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു കേട്ടോ. വെളുപ്പങ്കാലം ആയപ്പോഴത്തേക്ക് വെള്ളം കയറുന്നെന്ന് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വിളി വന്ന് എല്ലാവരും 4 വഴിക്ക് ഓട്ടമായി. ഒരുപാട് ആൾക്കാർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലൊരു വെള്ളം കയറിച്ച ഞങ്ങളുടെ നാട്ടിൽ 2018 ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങനെ ഇപ്പം 2018 പോലെ തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ടൗണിലൊക്കെ അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കയറി അത്രയും സംഭവിച്ചിട്ടില്ല. കാര്യം കുറച്ചൊക്കെ മാറ്റമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഈ പ്രദേശം മുഴുവനും കഴിഞ്ഞ പ്രാവശ്യം 2018 ഭയങ്കരമായിട്ട് വെള്ളത്തിനടിയിലായിപ്പോയായിരുന്നു. 2 നില വീടൊക്കെ അതിൻ്റെ അടിയിൽ അങ്ങ് ആയിപ്പോയായിരുന്നു. അവിടെ അങ്ങനെ ഒരു വീടുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത പോലെ അങ്ങ് ആയിപ്പോയായിരുന്നു. അതുപോലെ വെള്ളം കയറിയായിരുന്നു. ഈ പ്രാവശ്യം ഏകദേശം അതിനോട് അടുപ്പിച്ചൊക്കെ വന്നു. പക്ഷേ ടൗണിൽ 2018 പോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. വെള്ളം കയറിയതും ഞങ്ങളുടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞങ്ങളുടെയൊക്കെ അടുത്ത് വരെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനിങ്ങോട്ട് മാറി ഞങ്ങൾ കുറച്ച് വീട്ടുകാർക്ക് മാത്രം യാതൊരു പ്രശ്നമില്ല നിൽക്കുന്നതേ ഉള്ളൂ. മഴ വരുമ്പോൾ സമാധാനമായിട്ടിരിക്കുന്നതും ഞങ്ങളെപ്പോലെ. പക്ഷേ ആറിൻ്റെ ഒക്കെ നമ്മുടെ ഇവിടെ പമ്പയാറുണ്ട്. ആറിൻ്റെ തീരത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സങ്കടം വരും കേട്ടോ. അതുങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി വെച്ചേക്കുന്നതും അതുപോലെ തന്നെ എല്ലാം ബർത്തയിൽ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെയായിരുന്നു 2018. സാധാരണ അവിടെയൊക്കെ ഒരു ഇച്ചിരി വെള്ളം കയറാറുള്ളതാണ് പണ്ട് മുതലേ. അപ്പോൾ എല്ലാവരും എന്നെ ഈ ബർത്തയിലൊക്കെ എടുത്ത് വെച്ചേച്ച് അവിടുന്ന് മാറണമെങ്കിൽ അത്യാവശ്യം ഒരു ദിവസത്തേക്ക് മാറും. പിറ്റേ ദിവസം എല്ലാവരും തിരിച്ച് അവരുടെ വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു. അങ്ങനെ എല്ലാവരും 2018 ഇങ്ങനെ എടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചു. കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടെ ചുറ്റപ്പെട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചുറ്റപ്പെട്ടിലൂടെയാണ് ഈ വെള്ളം കയറുന്നത്. ചില സ്ഥലത്ത് നമ്മൾ ചെന്ന് നോക്കിയാൽ യാതൊരു വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും കാണത്തില്ല. അതേസമയം അവിടെ നിന്ന് ഒരു ഇച്ചിരി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര നിലയില്ലാ കയം പോലെയുള്ള വെള്ളമായിരിക്കും. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഒരു ആൾക്കാർക്ക് ഒരു സൈഡിലോട്ടൊന്നും ഇതാകാൻ പെട്ടെന്ന് പറ്റത്തില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് മറികടന്ന് ഇപ്പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ പ്രാവശ്യം അത്രയും വന്നിട്ടില്ല. ഇതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യമാണ് 2018 ഏറ്റവും കൂടുതൽ സംഭവിച്ചത്. അങ്ങനെ അപ്പം അന്ന് എല്ലാവരും ബർത്തലെല്ലാം എടുത്ത് വെച്ചിട്ട് പോകുന്നു. വെള്ളം ഒന്ന് കയറി ഇറങ്ങി അങ്ങ് പോകുന്നു ഓർത്തുണ്ട്. പക്ഷേ അന്ന് എല്ലാം അടിച്ച് തെറിപ്പിച്ച് കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അതൊക്കെ ഇന്ന് ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് ഈ പ്രാവശ്യം അത്രയും പ്രശ്നം വന്നില്ലെങ്കിലും കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഇത് പമ്പയാറിൻ്റെ സൈഡിലുള്ള വീടൊക്കെയാണ്. അതിനോട് ചേർന്നുള്ളതാണ്. ആറിൻ്റെ തീരത്ത് നമ്മുടെ ഇവിടെ ഒത്തിരി ദൂരമൊന്നും അല്ല. നമുക്ക് ഇച്ചിരി നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെയൊക്കെ മിക്ക വീടുകളിലുമൊക്കെ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ചെളിവെള്ളമാണ് കയറുന്നത്. ഈ വെള്ളമെല്ലാം കയറി ചിറങ്ങി കഴിയുമ്പോഴല്ലോ ഈ വീട് വൃത്തിയാക്കലാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം എന്നറിയോ, ഇതുപോലെ ഈ സ്റ്റെപ്പിൻ്റെ ഇടവരൊക്കെ വെള്ളം വന്ന് കിടന്നാൽ നമ്മളവർക്ക് ഒപ്പരയ്ക്കകത്തോട്ട് കയറുന്നില്ലല്ലോ, പേടിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പാമ്പിൻ്റെ ശല്യം. അതും ഈ ചെറിയ സൈസ് സാധനങ്ങൾ കയറി തലയണക്കടിയിൽ ബെഡിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഇങ്ങനെ ഇത് പതുങ്ങിയിരിക്കും. ഈ തൊടുമ്പോഴായിരിക്കും അറിയുന്നത്, ഇത് തൊട്ട് നോക്കുമ്പോഴേക്കും അറിയുന്നത്. അതുപോലുള്ള ഈ കുഞ്ഞു കുഞ്ഞ് വിഷമുള്ള സാധനങ്ങളാണ് കയറിയിരിക്കുന്നത്. ഞങ്ങളുടെ കൈറാശ്യം കുടുംബത്തിന് കിടന്മാരൊക്കെ വെള്ളം കയറിയായിരുന്നു. അപ്രാവശ്യം ഇതുപോലെ തലയണ എടുത്തപ്പോൾ തലയണയ്ക്കടിയിൽ ഇത് കയറിയിരിക്കുന്നു. നമ്മളറിയാലോ, ജനലും എന്നിലൊക്കെ തുറന്നിട്ട് എന്നാൽ മഴയായി കഴിയുമ്പോഴത്തേക്ക് കറണ്ട് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എല്ലാ മനുഷ്യരും പാൻറ് കീഴ് കിടന്ന് ഉറങ്ങി ശീലിച്ചായിട്ട് തണുപ്പുണ്ടെന്ന് പറഞ്ഞാലും ജനലും തുറന്നിടും. അങ്ങനെ ഇടുമ്പോഴാണ് കൂടുതലും സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നിടത്തെല്ലാം പറ്റുന്നൊരു കാര്യം അങ്ങനെയാണ്. അത് ആറിൻ്റെയൊക്കെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഒരു പോക്കറ്റ് റോഡ് ഉണ്ട്. അവിടെ നിന്ന് കയറി വരുമ്പോൾ നമ്മുടെ ഇവിടെ നാല് ചുറ്റിനും വഴികളാണ്. അത് അമ്പലത്തിൻ്റെ പ്രവേശമൊക്കെ ഉണ്ട്. അവിടെ ഇതുപോലെയായിരുന്നു ഭയങ്കര. അവിടെ പെട്ടെന്നെല്ലാം കണ്ടുള്ളതുകൊണ്ട് ഒരുവിധമൊക്കെ വെള്ളം കയറും. പക്ഷേ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വെള്ളം കയറും. ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. സത്യം പറഞ്ഞാൽ എല്ലാ മനുഷ്യരും പെറുക്കി കെട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണുമ്പോഴല്ലോ നമുക്ക് കഷ്ടം തോന്നുന്നേ. ഇത് എൻ്റെ അതുവഴി വെള്ളം വരുന്നത്. ഇവിടെ തെങ്ങി കൊണ്ട് ഇങ്ങോട്ട് നോക്കി വേണേ. എങ്ങനെയുണ്ട് വെള്ളം വരവ്? കുറഞ്ഞോ? അങ്ങോട്ട് നല്ല ഇതാന്ന് തോന്നുന്നല്ലേ. നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഇവിടെ. ആണോ? വർഷോപ്പിൽ കയറിയ വെള്ളം സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. പിടിച്ചോണേ. അവിടെയൊക്കെ ശരിക്കും വെള്ളം കയറി. നമ്മുടെ മാരാന്തോട്ടക്കടവില്ലേ അവിടെ.
ആണല്ലേ? അല്ലേ തന്നെ മഴ പെയ്താൽ കണ്ടെത്തി വെള്ളം കയറും. ഒരു കൊച്ചിനെ പിടിച്ചോണ്ട് ഒഴുക്കുണ്ട്. അയ്യോ, നിനക്ക് കാണാൻ പറ്റുന്നില്ല. ഇത്ര നീ കണ്ടാ സ്കൂട്ടർ താക്കോലെടുക്കാൻ കുഴപ്പമില്ലല്ലോ. ഞാനിവനെ പിടിക്കാം, നീ എടുത്തോണ്ട് വരാ. അയ്യോ, ഇതൊക്കെ കണ്ടോ? നല്ല ആണോ? വേറെ പാത്രമൊക്കെ പോയോ? ആണോ? അയ്യോ, നല്ല ശക്തിയിലുള്ള ഒഴുക്കാട്ടോ. സൗണ്ട് കേട്ടോ? കിണറൊക്കെ മുങ്ങി. വേണ്ടേ വേണ്ട കിണർ കണ്ടോ? എടി കൊച്ചിനെ പിടിച്ചോണേ, നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഒഴുകിപ്പോ നിന്റെ സൂപ്പർ സ്റ്റാർ ഞാൻ കാണിക്കാം. ഇവനെ ഇത് ഞങ്ങൾ വെള്ളം കാണാൻ പോയതാണ്. ഒരു നാത്തൂൻ്റെ കൊച്ചിൻ്റെ സൗണ്ട് എടുക്കുന്നത് കേട്ടോ. അവൻ്റെ പിള്ളേരെ ഇതൊക്കെ കാണിക്കാൻ പാടില്ലെന്നുണ്ട് അവൻ്റെ അധികം വീഡിയോസ് ഞാൻ എടുക്കാതിരുന്നത്. ചിലപ്പോൾ അത് വരുമ്പോഴത്തേക്കും കമൻറ്റ് ബോക്സ് ഓഫ് എന്നും പറഞ്ഞു വരും. അതൊക്കെ കൊണ്ടാണ്. അപ്പം ഇവിടെയൊക്കെ ഇത് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നീങ്ങിയാണെങ്കിലൊക്കെ ഇത് എങ്ങനെ വന്നാലും നമ്മുടെ വീട്ടിലോട്ടുള്ള വഴികളാണ് ചുറ്റിനുള്ളത്. അപ്പം അവിടെ മുഴുവനും വെള്ളം കയറി കിടക്കുകയാണ്. നമ്മൾ ചില സ്ഥലത്ത് കുഴപ്പമില്ല, ചില സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മുക്കാൽ സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം കെട്ടി കിടപ്പില്ല. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നതാകുമ്പോഴത്തേക്ക് ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല ഒഴുക്കോട് കൂടിയാണ് വെള്ളം വരുന്നത്. ആ ഒഴുക്കോട് കൂടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് അപ്പുറത്തോട്ട് പോകാനും ഇപ്പുറത്തോട്ട് വരാനും പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ആറിൻ്റെ അവിടെ തന്നെയുള്ളൊരു ഇതാണ് കാണിക്കുന്നത്. അവിടെ ഉള്ള മനുഷ്യരുടെ അവസ്ഥ കാണാം കേട്ടോ. അവിടെ ഉള്ളൊരു കെട്ടും കിടക്കി എല്ലാം പെറുക്കി കെട്ടിക്കൊണ്ട് പോകുന്നതൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ എന്തിരിക്കുന്നു, കുട്ടനാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്നാ പ്രശ്നമെന്ന് ഇരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇവരുമൊക്കെ അതൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ഈ 2018 വെള്ളപ്പൊക്കം വന്നതിന് ശേഷം നിങ്ങൾക്കൊക്കെ പേടിയാണ്. ഒരു മഴയോ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് അവർ പേടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം ഒരു മഴ ഇത് വരുമ്പോഴത്തേക്ക് ഇവർ തന്നെ ചെയ്യും, ഇതുപോലെ കെട്ടിപ്പെറുക്കാണ് പരിപാടി. ചിലപ്പോൾ വെള്ളം കയറത്തില്ല, കയറാതെ അങ്ങ് പോകും. വീണ്ടും അതെല്ലാം മാറ്റി ഓരോ സ്ഥലത്ത് വെക്കും. ചിലപ്പോൾ ഒരു ദിവസം എല്ലാം കെട്ടിപ്പെറുക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ഇറങ്ങും. വെള്ളം ഇറങ്ങുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം എടുത്ത് വീണ്ടും താഴെ ഇറക്കും. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും മഴ തുറക്കും, വീണ്ടും അതുപോലെ വെള്ളം കയറാൻ തുടങ്ങും, വീണ്ടും അതുപോലെ കെട്ടിപ്പെറുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഇവരും ഒക്കെ കുട്ടനാട്ടിൽ വെച്ച് നോക്കാമെങ്കിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഈ നാട്ടിൽ ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഇത് എങ്ങോട്ട് പോവാ ചേച്ചി? ചേച്ചി എങ്ങോട്ട് പോവാ? ആണോ? കയറുമോ അല്ലേ? വെള്ളം വരവല്ലേ? ആ ഹാ, വിശ്വസിക്കാൻ പറ്റും. രാവിലെയും കുഴപ്പമില്ലായിരുന്നല്ലോ. പുഷ്പ ചേച്ചി എന്നാ പറയുന്നത്? വെള്ളം വരുന്ന കുഴപ്പമില്ലെന്നോ? കയറത്തില്ലായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കയറിയ വെള്ളം 2018 ആ അത് കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ലല്ലോ. ഇതെനിക്കൊന്ന് ഉരുളൊക്കെ പൊട്ടിയാലേ ഉള്ളൂ പ്രശ്നം. ആറ്റിലെങ്ങനെയുണ്ട് വെള്ളം? അയ്യോ, യോ എന്നാ ഇതാ നോക്കി. ഇതിനൊക്കെ ഇതായിട്ട് പക്ഷെ മാരാന്തോട്ടക്കടവിലോട്ട് അടുക്കാൻ പറ്റത്തില്ല. അവിടെ അവരുടെ ആ വീടില്ലേ മറ്റേ ഇത് ആറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നമുക്ക് കാണത്തില്ല. കാര്യം അതൊക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന പടിക്കെട്ടുകളാണ്. ആ പടിക്കെട്ടിൻ്റെ അവിടെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങ് താഴെ വരെ പടിയാണ്. ആ പടിക്കെട്ടിൻ്റെ അവിടെ മുഴുവൻ അതിനപ്പുറത്താണ് ആറ് കിടക്കുന്നത്. ഇനി വരെ വെള്ളം കയറിയിരിക്കുന്നതാണ്. ഈ കാഴ്ചകളെല്ലാം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ 2-3 വീടിനപ്പുറത്താണ് ഈ വീട്. കഴിഞ്ഞ പ്രാവശ്യം 2018 ഫുള്ള് മുങ്ങിപ്പോയ വീടാണ്. ആ വീടിൻ്റെ ഇവിടം വരെയൊക്കെ വെള്ളം കയറിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. കഴിഞ്ഞ 2018 പോലെ തന്നെ ആവുകയാണോ എന്നൊക്കെ. അതിൻ്റെ ആദ്യത്തെ നില ഒരു 3/4 ഭാഗത്തോളം വെള്ളം കയറിയായിരുന്നു. പിന്നെ വെച്ചാൽ ചെളിവെള്ളമാണ് ഈ ആറ്റിൽ നിന്ന് വരുന്ന ഈ കലങ്ങി മറിഞ്ഞ് വരുന്ന വെള്ളം. നല്ല ഇതായിട്ടാണ് കയറുന്നത് അങ്ങോട്ട്. ഈ വീടിനകത്തോട്ട് ഈ ചെളിവെള്ളം കയറുമ്പോഴാണ് ഏറ്റവും വലിയത്. പെയിൻ്റൊക്കെ അടിച്ചിട്ടേക്കുന്ന പുത്തനായിട്ട് കിടക്കുന്ന വീടൊക്കെ ആണെങ്കിൽ അത്രയും ഭാഗം എപ്പോഴും ഒരു 2 കളറായിട്ടിരിക്കും. എപ്പോഴും 2 വ്യത്യസ്തമായിട്ടാണ് ഒരു കളറായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കും. ഇവിടെ നല്ല ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും വെള്ളം വരുന്നതും പിന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് സാധനങ്ങൾ മാറ്റുന്നു. പിന്നെ ഫയർഫോഴ്സ് അങ്ങനെ കുറേയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം വന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ. ഇനി ഇതിനൊക്കെ രസകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട്. ചില മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാക്കാത്തതുണ്ട് ഈ വെള്ളം കയറി കഴിയുമ്പോഴത്തേക്ക്. അത് വേണ്ട ചെയ്യേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ചെയ്തേ ചിലർക്ക് മതിയാകത്തുള്ളൂ. ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് അവിടെ നിന്ന് പോയി അത് കാണിച്ച് അങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ഈ വണ്ടി വെള്ളത്തിൽ ഇറക്കിയാലും കുഴപ്പമില്ല, അങ്ങനത്തെ വണ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇറക്കിയെന്ന് അദ്ദേഹം എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അവരൊക്കെ നല്ല കൂട്ടാണ്.
അപ്പം ഇവിടെ ഈ വണ്ടിയാണ് കിടന്ന് ഓടുകയൊക്കെ ചെയ്ത് നമ്മുടെ MLA കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ MLA നല്ലപോലെ സപ്പോർട്ടായിരുന്നു കേട്ടോ. എല്ലാ സ്ഥലത്തും വന്ന് എല്ലായിടെ കാര്യങ്ങളും നോക്കുന്നുണ്ടായിരുന്നു, എല്ലായിടത്തും. അപ്പോൾ ഈ വണ്ടിയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും വരികയും പിന്നെ ബോട്ട് ഇറക്കേണ്ടടുത്തൊക്കെ ബോട്ട് ഇറക്കി കൊടുക്കുകയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയായിരുന്നു കേട്ടോ ഇത്. അവിടെ നമ്മുടെ ടൗണിൽ പാലത്തിന് ഇക്കരയിലോട്ട് ഒരു വണ്ടിക്കാരെയും കയറ്റി വിടുന്നില്ല. കാര്യം അതിനപ്പുറത്തോട്ട് പോയ നിലയിലെ കായം പോലെ വെള്ളമാണ്, അവിടോട്ട് കയറ്റി വിടുന്നില്ല ആൾക്കാരെ. ഇപ്പുറത്തോട്ട് നിർത്തിയ പാലത്തിൻ്റെ അവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഫോറസ്റ്റുകാരെ കൊണ്ടുപോകുന്നുണ്ട്, ഫോറസ്റ്റുകാരും വിട്ടു, ഫയർഫോഴ്സുകാരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അല്ലാതുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാണ് ഈ വണ്ടി ഇങ്ങോട്ടൊന്ന് കയറ്റി വിട്ട് പുള്ളി ആ വണ്ടി കൊണ്ട് കയറിപ്പോയി, കുഴപ്പമില്ലെന്നും പറഞ്ഞു പോയി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ പാഠങ്ങളാണ് കേട്ടോ. ഇതുപോലെ തന്നെ 2018 സംഭവിച്ചായിരുന്നു. ഞങ്ങളത് ഇവിടെ തന്നെയായിരുന്നു. അയാളോട് പോകല്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി ആ വെള്ളത്തിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയി. കുറേ കഴിയുമ്പോഴത്തേക്ക് ആ വണ്ടി നടുക്ക് പോയി അങ്ങ് ഓഫായി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടി ലാസ്റ്റ് മുങ്ങി വെള്ളത്തിനടിയിലായി. അതുപോലത്തെ അവസ്ഥ വന്നു. നമ്മുടെ ഈ എന്നയിലൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ ആര് പറഞ്ഞാലും ഇപ്പോൾ ഒരു കൊച്ച പറഞ്ഞാലും നമ്മൾ ആ കേൾക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. ഫയർഫോഴ്സ് കൊണ്ടുവരുമോ? ലൈറ്റ് ഉണ്ടെന്ന് പോലെ ലൈറ്റ് കിട്ടും, വണ്ടി ഓഫായി, ഇഞ്ചൻ ഓഫായി. അത് ഫോറസ്റ്റിന് വണ്ടിയല്ലേ? ഇത് ഫോറസ്റ്റിന് വണ്ടിയല്ലേ? ഫോറസ്റ്റിന്റെ അല്ല, വ്യക്തിയുടെ വണ്ടി ആണോ? ആ വണ്ടി കിടക്കുന്നതിന്റെ അവിടുത്തെ അവസ്ഥ ഓഫായി, അതാണ് പ്രശ്നം. വണ്ടി ഓഫായില്ലേ? ആണല്ലേ? ഇത്രയും ആൾക്കാരുടെ മുപ്പിൽ പോവല്ലേ എന്ന് പറഞ്ഞില്ലേ? ഇത്രയും വെള്ളം കയറി കിടക്കുന്ന ഈ സ്ഥലത്തൂടെ ഈ വണ്ടിക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇവിടെ നിന്നവരെല്ലാം പറഞ്ഞ പോകരുത് എന്ന് പറഞ്ഞ ദാണ്ടെ അവസാനം ഒത്ത നടുക്ക് വന്ന് വണ്ടി ഓഫായി. അത്രയും അതിൽ പോയവരെല്ലാം നനയുകയും ചെയ്തു. അണ്ടെ കഴുത്തറ്റം വരെ വെള്ളമാണ്. അതിനി കെട്ടി വലിക്കേണ്ട ഒരു അവസ്ഥയാണ്. വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഈ അതിസാഹസികത കാണിച്ച പറ്റിയ പ്രശ്നമല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക്. വണ്ടി മുഴുവൻ മുങ്ങി കേട്ടോ. ഇനി കുറച്ച് ഭാഗം കൂടെ ഉള്ളു മുങ്ങാൻ. ഇതാണ് പറഞ്ഞത്. ചില കാര്യങ്ങളിൽ ചിലർക്ക് എന്താ പറയുക, ഒരു ഓവറായിട്ട് ഷോ കാണിക്കുക എന്ന് തന്നെ വേണം അത് പറയാനായിട്ട്. ആ വണ്ടി വെള്ളത്തിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്, നല്ല വിലയുള്ള വണ്ടിയാണ്, എല്ലാം അറിയാം. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ വെള്ളത്തിനോടും തീയോടും കളിക്കാൻ നിൽക്കില്ലാരും. നമ്മൾ കരുതുന്ന പോലെ നിൽക്കത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കത് കിട്ടത്തില്ല. പിടിച്ചാൽ നല്ല ഒഴുക്കമുള്ള സ്ഥലമാണ് അവിടെ, കാറ്റിലെ വെള്ളം നല്ലപോലെ കയറുന്നുണ്ട്. അപ്പം അത്രയും കയറുന്നിടത്ത് ആൾക്കാരൊക്കെ ഇത്രയും ദൂരെയാണ് മാറി നിൽക്കുന്നത്. ആ വണ്ടി അവിടം വരെ പോയത്, അത് കഴിഞ്ഞ് പിന്നെ അത് അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ആ വെറുതെ നല്ല വിലയുള്ള വണ്ടിയോ അല്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കും. പിന്നെ പൈസ ഉള്ളവനാണ്, കുഴപ്പമില്ല. പൈസ ഉള്ളവർക്ക് എന്നതും ആകാമല്ലോ. നമ്മൾ സാധാരണക്കാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത്, വേണ്ട നമ്മളത് പോയാൽ നമ്മുടെ ഇത്ര ലക്ഷങ്ങൾ ഇറങ്ങും, അല്ലെങ്കിൽ നമുക്കിത് പണിയാകും എന്ന് ചിന്തിക്കുന്നത്. പൈസ ഉള്ളവർ പിന്നെ അതൊന്നും ചിന്തിക്കണ്ടല്ലോ അല്ലേ. നമുക്കിനി ഇത് തിരിച്ച് കയറ്റുന്ന ഒരു സീനുണ്ട് കേട്ടോ, അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഇത് തിരിച്ചവിടെ നിന്ന് വലിച്ച് കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഇതാണ് പറയുന്നത്, മനുഷ്യർക്ക് പണി കൊടുക്കുന്ന വഴിയേ. പക്ഷേ പുള്ളിയെ കുറ്റം പറയുന്നത്, പുള്ളി എല്ലാവർക്കും നല്ല സഹായമായിരുന്നു കേട്ടോ. ഈ വണ്ടി കൊണ്ട് ഫോറസ്റ്റുകാരെയും പിന്നെ അതുപോലെ MLA ഒക്കെ ഈ വണ്ടിയിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു ഈ വണ്ടി ഞാൻ ഇവിടെ വെച്ച് കണ്ടതാണ്. അപ്പോൾ ഈ വണ്ടി അവിടെ ഒന്നിച്ച് പോകുന്നുണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനകത്ത് ബോട്ടും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു, കൊച്ചു ബോട്ട് ഒക്കെ വെച്ചുകൊണ്ടാണ്, ബോട്ടോ മറ്റേ കൊട്ടവഞ്ചിയോ അങ്ങനെ ഏതാണ്ട് സംഭവം ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സഹായത്തിന് ഇറങ്ങിയതാണ്, പക്ഷെങ്കിൽ കൈവിട്ട് പോയി. വെള്ളത്തിൽ മുങ്ങിപ്പോയ കാറ് കെട്ടി വലിച്ചുകൊണ്ട് വരുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ടയോട്ടയുടെ വാഹനമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടാൽ ഈ കൂടിയ വണ്ടി ആയതുകൊണ്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വണ്ടി പോയത്. പക്ഷേ വിട്ടുപോയി. എല്ലാവരും പറഞ്ഞാൽ പോകണ്ട, ഇവിടുന്ന് ഓഫീസേഴ്സ് എല്ലാം പറഞ്ഞാൽ പോകണ്ടത്. അവരെന്തായാലും വണ്ടിയുടെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിട്ടുപോയതാണ്. അത്രയെന്ന് പറഞ്ഞാൽ വെള്ളം ചെല്ലുമ്പോൾ ഇഞ്ചിന് മേളിലോട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഏത് വണ്ടിയായാലും തിരിച്ച് നിങ്ങൾ വലിച്ചു കയറ്റി കൊണ്ടുവരാൻ ഒരുപാട് പാടുവിട്ടില്ലേ? കണ്ടമാനം എല്ലാവരും ഉണ്ടായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്നാണ് കൊണ്ടുപോകുന്നത്. കുറേ പാടുവിട്ടില്ലേ? നല്ലപോലെ. ഞാൻ NDRFിൻ്റെ ആൾക്കാർ കാശ് വന്നു കഴിഞ്ഞപ്പോഴാണ് വലിച്ചിവിടെ വരുന്നത്. അത്രയും നേരം അവിടെ വലിച്ചു കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു. വണ്ടി കേടുപാടുകൾ എന്തെങ്കിലും? മറ്റ് കേടുപാടൊന്നുമില്ല, വെള്ളം കയറി. പക്ഷേ അതേ ഓട്ടോമാറ്റിക് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും അവിടെ കുഴിയാണ്. കഴുത്തറ്റുമ്പോൾ വെള്ളമായിരുന്നു അല്ലേ? നല്ല വെള്ളം ഉണ്ടായിരുന്നു. എങ്ങനെ ഇരിക്കുന്നവർ പറഞ്ഞു കേട്ടോ.
അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്ന്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ ലീലാവിലാസങ്ങളൊക്കെ. ചിരിക്കാനും ഉണ്ട്, അതിലേറെ കഷ്ടവും തോന്നും നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മത്സ്യത്തൊഴിലാളികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടിനെ രക്ഷിക്കാനായിട്ട്. അവരുടെ സഹായങ്ങൾ ഇതിനു മുന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവർ നല്ല പോലെ നമ്മുടെ നാടിന് വേണ്ടി ഇവിടെ തന്നെയല്ല കേട്ടോ, എല്ലാ സ്ഥലത്തും നമുക്ക് 2018 വെള്ളപ്പൊക്കത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവരവരുടെ ജീവൻ പോലും നോക്കാതെ എല്ലാ മനുഷ്യരെയും സഹായിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം അവർ ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നു. മഴ വന്നപ്പോ നമ്മളെ കടലിന്റെ മക്കൾ വേണം എല്ലാവർക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ കടലിന്റെ മക്കളെന്ന് പറഞ്ഞാൽ വേർതിരിച്ചാണ്. നമ്മുടെ എല്ലാവരും ഒരു മക്കളാണ്. പോലീസുകാർ എല്ലാവരും ഒരു മക്കളാണ്. ഇങ്ങനെ ഒരു പ്രളയം നമ്മളൊക്കെ കാണത്തുള്ളൂ എപ്പോഴും. നിങ്ങളെ കുറ്റം പറയാമായിരുന്നല്ലോ കഴിഞ്ഞ പ്രളയത്തിൽ. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങളെ വരും. നമ്മൾ തീർച്ചയായിട്ടും വരും. നമ്മളെ കൊല്ലത്ത് തന്നെ വന്നേ. അതെ കൊല്ലത്തോട്ടത്തുനിന്നായിരുന്നു. ഒരു ടീമേ വന്നിട്ടുള്ളൂ ഇപ്പൊ. ഇല്ല, ഇനി ഒരു ടീം വന്നിട്ടുള്ളൂ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി വന്ന് 2 ആളുകൾ വരുന്നുണ്ട്. സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കാനായിട്ട് ഇറങ്ങിയേക്കോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഞാൻ ചെങ്ങന്നൂരാണ് ഞങ്ങൾ വന്നത്. ചെങ്ങന്നൂര് കിടക്കുക. പേരെന്തോ? എന്റെ ഒരു പ്രദീപ്. ഈ ചേട്ടന്റെ പേരെന്തോ? നമ്മുടെ സ്വന്തം വള്ളം. അപ്പോൾ നമ്മുടെ കടലിന്റെ മക്കൾ രണ്ടും കൽപ്പിച്ചു അവർ എത്തിയിട്ടുണ്ട്. അവരവരുടെ ജോലി കൃത്യമായി ചെയ്യും. നല്ല വെള്ളമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ ഈ മോട്ടർ ഓണാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അവർ കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ആ നഷ്ടം അവർ കണക്കിലെടുക്കാതെ വീണ്ടും നമ്മുടെ റാന്നിയുടെ മണ്ണിലേക്ക് അവരെത്തിയിരിക്കുന്നു. വീഡിയോ എടുത്ത ചേട്ടൻ ആൾ കൊള്ളാം കേട്ടോ. കുത്തിത്തിരിപ്പിൻ്റെ രാജാവ് എന്നുള്ളത് ആ ഒരു സംസാരത്തിൽ മനസ്സിലായി. ഈ ഒരു പ്രളയം നടക്കുമ്പോൾ ഇതിന് മുന്നേ വന്നപ്പോഴത്തേക്ക് കേട്ട കാര്യങ്ങൾ അവരെ കുറ്റം പറഞ്ഞു. ആര് കുറ്റം പറഞ്ഞു? എനിക്കറിയാൻ മേലെ ഇവരെ കുറ്റം പറഞ്ഞായിരുന്നു. കടലിൻ്റെ മക്കളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെട്ടത് ആ പ്രാവശ്യമാണ്. അവരെ നമ്മൾ മനുഷ്യരെടുത്ത് ഇവിടെ വന്ന് ഒരുപാട് ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആൾക്കാരെ രക്ഷിച്ചപ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെയൊക്കെ മനസ്സിലൊരു വലിയ സ്ഥാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇത് ആര് പറഞ്ഞു എന്നെ പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പുള്ളിയാണ് പറയുന്നത് കുറ്റം പറഞ്ഞു. അതുപോലെ തന്നെ കടലിലെ മക്കൾ വേണ്ടി വന്നു. ആ പുള്ളി കൊടുത്ത മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാം ഒന്നായിട്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പം കേട്ടോ. ഈ സമയത്തും ചെറിയ കുത്തിത്തിരിപ്പ് കൊള്ളാം. ഇനി ഞങ്ങളുടെ നാട്ടിൽ ഈ ടൗണിലെയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. ഓണമൊക്കെ ആകാറായില്ലേ? ഓണമൊക്കെ ആകാറായതുകൊണ്ട് എല്ലാവരും സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ എടുക്കാറായതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ, ഫർണിച്ചറാണെങ്കിലും അങ്ങനെ അല്ലാത്ത പല സാധനങ്ങളും കടയിൽ, ഈ പലചരക്കടയിലാണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരുപാട് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ വന്നിരിക്കുന്ന നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ടൗണിലാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ വെള്ളപ്പൊക്കത്തിൻ്റെത്. എന്നാലും ടൗണിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഇത് കുറച്ച് ഞാൻ കാണിക്കുന്നുള്ളൂ, അല്ലാതെ നമ്മുടെ സ്റ്റാൻഡിൻ്റെയൊക്കെ അങ്ങോട്ട് പോയാൽ ഭയങ്കരമായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അല്ല, ടൗൺ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് 2018 അതേ സെയിം സീൻ തന്നെയാണ് കാണുന്നത്. കുറച്ചടി വെള്ളത്തിൻ്റെ കുറവുകൂടി ഉള്ളൂ ഇവിടെ. ഇപ്പോഴത്തെ അവസ്ഥ എൻ്റെ ഓഫീസ് റൂം, കമ്പ്യൂട്ടർ റൂം, അങ്ങനെ ഇതിനാ മുഴുവൻ പറഞ്ഞില്ലേ വെള്ളം കയറി. പ്രസ്സിനകത്തേക്കുള്ള മിഷനറിക്കകത്തേക്ക് വലിയ അഫക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളേ ഉള്ളൂ. എങ്കിലും പ്രസ്സിനകത്ത് വെള്ളം കയറി. മിഷനെല്ലാം നേരത്തെ ഉള്ളൊരു പ്രിക്കോഷൻ എന്ന രീതി നമ്മൾ കരുതി വെച്ചിരിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ കമ്പ്യൂട്ടറും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലോസ് ആയിട്ടുണ്ട്. 2018 കഴിഞ്ഞൊന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു. വീണ്ടും അതിനെക്കാട്ടി മോശമൊരവസ്ഥയിലേക്ക് പോകുന്നു. ഒന്നാമത് ബിസിനസ് മോശമായിരുന്നു. അങ്ങനെ പോകുന്നൊരവസ്ഥയിലേക്കാണെന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് കടകളിൽ ഓണത്തിൻ്റെ മെറ്റീരിയലെല്ലാം വന്നതാണ്. അതെല്ലാം അവർക്കെല്ലാം ടോട്ടൽ ലോസാണ്. ഇത് ഒരു ഫർണിച്ചർ കടേൻ്റെ കടയ്ക്ക് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാരൻ അതിൻ്റെ ഓണർക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല. ഈ മാമുക്കിനെ പാലമില്ല, അപ്പോഴത്തേക്ക് വെള്ളത്തിലായി പോയി. അത് കാരണം അതിൻ്റെ ഓണറിന് വരാൻ പറ്റിയില്ല. അതൊക്കെ ടോട്ടൽ ലോസിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവർക്കും അതിഭീമമായ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അകത്തെ സിറ്റുവേഷൻ ഇതായിട്ടുണ്ടല്ലേ. ഇത് ഡോർ തുറന്നാൽ വീണ്ടും കുറച്ചുകൂടെ വെള്ളം അകത്തോട്ട് കയറും. ഓയിലും ഇതെല്ലാം കൂടെ കയറും. ആകെ വെള്ളം കയറി നാശമായി കിടക്കുന്നു. ഇനി ഒരാഴ്ചത്തെ പണി വേണ്ടതാലേ ഇതൊന്നും ശരിയാകത്തുള്ളൂ. ഫർണിഷ് ചെയ്തെടുക്കണം. റീഫർണിഷ് ചെയ്തെടുക്കാൻ വലിയൊരു ഇല്ല. രാത്രി 1:30 മുതലേ ഇത് ചെയ്യുന്നുണ്ട്. 1:30 ആയപ്പോഴേ എഴുന്നേറ്റതാണ്. അതുമുതൽ ഈ സമയം വരെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഒരുപാട് വ്യാപാരികളുമായിട്ട് സംസാരിക്കാൻ പറ്റി. വിളിച്ച് പറഞ്ഞിരുന്നു. രാത്രി തന്നെ ഒത്തിരി പേരെ അലേർട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒത്തിരി പേര്, കുറച്ച് പേർക്കൊക്കെ സാധനം മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ആന്നു ഹെവി. ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ ആണ്. ഹൈവേ ഇപ്പോൾ പറഞ്ഞില്ലേ, പുനലൂർ മൂവാറ്റുപുഴ വാട്ടർ വേ ആയിട്ട് മാറിയിരിക്കുക. ഇതിലിപ്പോൾ കൊട്ടവഞ്ചിയിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് കാണുമ്പോൾ നമുക്കതാ തോന്നുന്നത്. ഇതായിരുന്നു അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മഴക്കെടുതിയുടെ സിറ്റുവേഷനൊക്കെ കേട്ടോ. മഴ പെയ്ത് തുടങ്ങിയതേ നല്ല പണിയാണ് ഞങ്ങളുടെ നാട്ടിൽ കിട്ടിയത്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കാം കേട്ടോ. ഒത്തിരി നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. 2018 ഒരുപാട് നഷ്ടങ്ങൾ വന്നവരുണ്ട്. ഒത്തിരി അനുഭവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ആർക്കും ഒരു ആളപായമോ അങ്ങനെയൊന്നും ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വെള്ളം എല്ലായിടത്തും നല്ല രീതിക്കൊക്കെ കയറിയിട്ടുണ്ട്. വീടുകളിലാണെങ്കിലും നമ്മുടെ കുറച്ച് ചുറ്റുവട്ടത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസ് മാത്രമാണ് എടുത്തത്. അല്ലാതെ അപ്പുറത്തോട്ടൊക്കെ മാറിയാണെങ്കിലും നമ്മുടെ ഈ ചുറ്റൂർ റൗണ്ട് പോലെയാണ്. അവിടെ ചുറ്റുവട്ടത്തോട്ട് മാറിയാണെങ്കിലും ഇഷ്ടം പോലെ വീടുകൾ നല്ല പോലെ. ഇനി അതൊക്കെ എല്ലാം ഇനി കഴുകിയൊക്കെ ഇറക്കാം.
എന്നെല്ലാം പണികളാണ് ആൾക്കാർക്കുണ്ടെന്നറിയാം. അതുപോലെ തന്നെ ഈ കഴി ഇറക്കുന്നത് തന്നെ പറഞ്ഞു, ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇഴയന്തുക്കൾ ഇഷ്ടം പോലുള്ള സമയമാണ്. ഈ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കാണ് വീടിനകത്ത് അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കുന്നത്. കുറേ ദിവസം എടുക്കും ആ വീടൊന്ന് നോർമലായിട്ട് വരാനായിട്ട്. എന്നാലും 2018 വന്നില്ലെങ്കിലും ഏകദേശം അതിനോട് അടുപ്പിച്ചൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇപ്രാവശ്യം നല്ലപോലെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഇതോടുകൂടി അവസാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇതോടുകൂടി ഈ ഒരു വെള്ളം കയറി ഇറങ്ങി എല്ലാവർക്കും ഇനി സ്വസ്ഥമായിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് വെള്ളമൊക്കെ കുറയുന്നുണ്ട്. ഇനി മഴ പെയ്യുകയും ഡാം തുറക്കാതൊക്കെ ഇരിക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ അങ്ങ് പോകും, വെള്ളം അങ്ങ് ഇറങ്ങിക്കോളൂ. പക്ഷേ ഡാം തുറക്കുകയോ ഇനി വല്ല ഉരുൾ പൊട്ടുകയോ ചെയ്താൽ വീണ്ടും ഇതുപോലെ തന്നെ വെള്ളം കയറുകയും ചെയ്യും, ഇതുപോലെ തന്നെ പ്രശ്നങ്ങളാകുകയും ചെയ്യും. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആറ്റിലെ മണൽ വരാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ആയിരിക്കാം, എനിക്കും തോന്നുന്നു. കാര്യം ഇപ്പം ആറൊക്കെ നിരന്നാണ് കിടക്കുന്നത്. ഒരു മണ്ണെന്നൊക്കെ പറഞ്ഞാൽ ആറിനൊരു കുഴിയുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയില്ല, ആറ് നിരന്നാണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് വെള്ളം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കരയിലേക്ക് പൊങ്ങി വന്ന് അവിടെ മൊത്തം വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. ഞങ്ങളുടെയൊക്കെ ആറൊക്കെ ഇപ്പം നിരന്നു, ഭയങ്കരമായിട്ട് നിരന്നു. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല ആറൊക്കെ കിടന്നിരുന്നത്. അങ്ങനെ കിടക്കുന്നതുകൊണ്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വെള്ളം അങ്ങ് കയറുവാണെന്ന് തോന്നുന്നു. എന്നാണേലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. നമ്മുടെ സ്കൂൾ മാഷിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പ്രശ്നം അത് ഒരു ഇച്ചിരി ഇതായിട്ട് പലരും പല ഇതായിട്ട് പറയുന്നുണ്ട്. മാഷിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, കുട്ടിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പോകുന്നു. അപ്പം മാഷിൻ്റെ ഭാഗവും നമ്മൾ കേട്ടു, കുട്ടിയുടെ കാര്യങ്ങളും കേട്ടു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്, സ്കൂളിൽ നിന്നൊക്കെ ഒരു അടിയൊക്കെ കിട്ടിയാലും നമ്മൾ വീട്ടിലൊന്നും ചെന്ന് പറയാലോ, പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് 2 എണ്ണം കിട്ടും. അതായിരുന്നു അന്നൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ സമൂഹത്തെ പേടിയുണ്ടായിരുന്നു. പുറത്തോട്ടിറങ്ങി എന്നതിലൊക്കെ ഒന്ന് പറയാനോ അല്ലെങ്കിൽ എന്നിലൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭയമുണ്ടായിരുന്നു. അധ്യാപകരെ ഭയമുണ്ടായിരുന്നു, നമ്മുടെ അയൽവക്കത്തുള്ള സമൂഹത്തെ ഭയമുണ്ടായിരുന്നു, വീട്ടിലുള്ളവരെ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഇതായിരുന്നു. പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല, ഒന്നിനും പേടിയില്ല, എന്നതും കാണിക്കാം എന്നൊരിതാണ്. ഇതിൽ അധ്യാപകൻ അടിച്ചതിന് ഞാൻ ന്യായീകരിക്കുമല്ല, അദ്ദേഹം ഒരുപാട് അടിച്ചു, ഒരു 5-6 അടിയെ കൊച്ചിനിട്ട് കൊടുത്തു. പക്ഷേ അത്രയും അടിക്കാതെ ശാന്തമായിട്ട് അതിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടല്ലേ നീ എന്നെ, അവനൊരു കുറ്റബോധം തോന്നുന്ന രീതിയിൽ അവനത് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ മാറിയിരുന്നേ. ആ കുട്ടി കാണിച്ചതും ഒരു പേനയുടെ ക്യാപ്പ് പോയി അതെടുക്കാൻ പോയെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അതല്ല അവിടെ സംഭവിച്ചിരുന്നത്. ഡെസ്കിൻ്റെ പുറത്ത് കയറി ഒരു അധ്യാപകൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതും കണ്ണിന് ഇച്ചിരി കാഴ്ച കുറവുള്ളൊരു അധ്യാപകൻ, ഇനി ആരും ആയിക്കോട്ടെ, 4 അക്ഷരം പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ മുന്നിൽ എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ളതാണോ? എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ളതല്ല. അത് കുട്ടികളെ വീട്ടിൽ നിന്നാണ്, രക്ഷകർത്താക്കളാണ് അത് പഠിപ്പിച്ചു വിടേണ്ടത്. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അധ്യാപകരുടെ നേരെ ഇങ്ങനെ പറയരുത്, അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കേണ്ടതാണ്, അത് തെറ്റാണെന്നുള്ളത് പറഞ്ഞു വിടേണ്ടത്. പിന്നെ ഇദ്ദേഹം അതിൻ്റെ അപ്പം പറയുമ്പോഴത്തേക്ക് ശരിയാണ്, നമ്മുടെ മക്കളെ വേറൊരു തല്ലിയാൽ നമുക്ക് വേദന എടുക്കും, നമുക്ക് വിഷമം വരും, അതിൻ്റെ ഇതായിട്ടുണ്ട്. എന്നാൽ ഈ അധ്യാപകൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം ബാക്കി പറയും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ഞാൻ മണികണ്ഠൻ മാഷ്, വരൂരിൽ സ്കൂളിലെ മണികണ്ഠൻ മാഷാണ്. 2 ദിവസമായിട്ട് നവമാധ്യമങ്ങളിൽ എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റിലേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ച സംഭവം കൂടി നിങ്ങളെല്ലാവരും ഒന്ന് അറിയണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിലൂടെ നിങ്ങളെ എത്തിക്കുന്നത്. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടീച്ചർ വാതിൽ വന്ന് തട്ടുന്നു. കുട്ടികളോട് എന്തൊരു മെസ്സേജ് കൊടുക്കാനായിട്ടാണ് ടീച്ചർ വരുന്നത്. ടീച്ചർ ക്ലാസ്സിൽ കയറിയ വശം കാണുന്നത് എന്താണ് മേശപ്പുറത്ത് കയറി ഇരിക്കുന്നത് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരാൾ കൊണ്ടാണ്, ഞാൻ തീരെ കാണാത്ത ഒരാളാണ്. അപ്പോൾ ഇത്ര 10-40 കുട്ടികൾ ആ ക്ലാസ്സിലിരിക്കുന്നു. അവർ മുന്നിൽ ഒരു കോമാളിയാക്കിയിട്ടാണ് എന്നെ കുട്ടി കാണിച്ചിരിക്കുന്നത്. ആ മേശയുടെ മുകളിൽ കയറിയിരിക്കുക. അപ്പോൾ മുൻകാലങ്ങളിലും ആ കുട്ടിയിൽ നിന്നോ മറ്റു കുട്ടികളിൽ നിന്നോ എന്നെ അങ്ങനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അത്രയും വിഷമമായി, സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒരു പ്രകോപനം ഉണ്ടായി. പെട്ടെന്ന് തോന്നിയൊരു വികാരത്തിലാണ് ഞാൻ ആ കുട്ടിയെ ചെയ്യുന്നത്. ഒരു അധ്യാപകൻ അങ്ങനെ പെട്ടെന്നൊരു പ്രകോപനം തോന്നാനും പെട്ടെന്നൊരു ദേഷ്യം വരാനും ഇതിനായിട്ട് അത്ര ഇതായിട്ട് പ്രതികരിക്കാനും പാടില്ല. കാര്യം കുട്ടികളാണ്, അവർ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർ അവരുടെ അതേ രീതിക്ക് വേണം നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹം ഭയങ്കര ദേഷ്യക്കാരനായിരിക്കാം. അതുകൊണ്ടായിരിക്കും അല്ലെ പിന്നെ സ്കൂളിൽ ആ ഒരു മൊബൈൽ കൊണ്ടുവന്ന് ആ വീഡിയോ എടുത്ത് അത് പുറത്ത് വിടണമെങ്കിലും ഈ സാറിനോട് കുട്ടികൾക്ക് അതുപോലെ ദേഷ്യം ഉണ്ടായിരിക്കും. സാർ കുട്ടികളെ അതുപോലെ തല്ലിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ പറയാം, ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ആണെന്ന് പറഞ്ഞാലും ശരിയാണ്, അടി കൊടുത്തില്ലെങ്കിൽ ശരിയാകുകയില്ല. നിങ്ങളൊക്കെ അതുപോലത്തെ പരിപാടിയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്നാലും എത്ര തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നിടത്താണെങ്കിലും 2-3 വാക്ക് സ്നേഹത്തിൽ പറഞ്ഞാൽ, ചേർത്ത് നിർത്തിയാൽ, അല്ലെങ്കിൽ നീ എന്നെ അപമാനിച്ചു, എനിക്കറിയാം നീ എന്നെ കളിയാക്കണം, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ നീ എന്നെ ചെയ്യത്തില്ല, കണ്ണിന് നല്ലപോലെ കാഴ്ച ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുമോ എന്നൊന്ന് സെൻറ്റി അടിച്ചൊന്ന് പറഞ്ഞാൽ, എത്ര ഈ കുരുത്തക്കേടാണെന്നും എന്നാ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊന്ന് തട്ടും. അത് ഉറപ്പായിട്ടും തട്ടും. ഈ 2 അടിയേക്കാൾ കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നത്.
ആ കൊച്ചിന് എന്നിട്ട് അത് മനസ്സിലാകും, ചെയ്ത് തെറ്റാന്ന് മനസ്സിലാകും, അവനത് ആവർത്തിക്കാതാകും, അവനടുത്തിരിക്കുന്ന ആളത് ചെയ്യുമ്പോഴും അവനെ വിലക്കും. അങ്ങനെ പറ്റുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിനും വടിയെടുത്ത് അടിക്കാൻ നിന്നാൽ ഇപ്പം നമ്മുടെ നിയമം അതിനനുവദിക്കുന്നില്ല. പക്ഷെ അടിക്ക് ഒരു എണ്ണ കൂടുതലായിപ്പോയി, 6 അടി എങ്ങാണ്ട് കൊടുത്ത കൊച്ചിനിട്ട്. അത് വീണ്ടും 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 അടിക്കും. ഒരടി സാറിൻ്റെ ദേഷ്യം തീരുന്നിടം വരെ സാറങ്ങ് കൊടുത്തു. പിന്നെ വന്ന ടീച്ചർ, അതിനേക്കാൾ വലിയ ടീച്ചർ, സാറ് കണ്ടില്ല, അത് പറഞ്ഞ് അതിനെ മനസ്സിലാക്കാനായിട്ട് ആ ടീച്ചറും നോക്കിയില്ല. ടീച്ചറും അത് സാറിൻ്റെ അടുത്തോട്ട് ഉടനെ കൊടുത്തു. ശരിയാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ക്ലാസ്സിൽ ഇത്രയും കാര്യമായിട്ട് പഠിപ്പിക്കുമ്പം തന്നെ അവഹേളിക്കുന്നെന്നറിയുമ്പം അദ്ദേഹം ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഒരു ദേഷ്യവും കാര്യങ്ങളും എല്ലാം വരും. പക്ഷേ അധ്യാപകനാണ്, എത്ര ദേഷ്യം വന്നാലും കുഞ്ഞുങ്ങളുടെ അടുത്ത് ശിക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വലിയ അപകടത്തിലേക്ക് ചെന്ന് തീരും. എന്നാണേലും ആ അടിക്കുന്ന അടിക്ക് ആ മൊബൈൽ എടുത്തു. പിന്നെ സ്കൂളിൽ മൊബൈൽ കൊണ്ടുവരുന്നു കുട്ടികൾ. ഇപ്പോൾ സ്കൂളിൽ കുട്ടികൾക്കൊന്നും അങ്ങനെ മൊബൈൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ആ ക്ലാസ്സിൽ ആ കുട്ടി മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നതായിരിക്കത്തില്ല, ഇതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരിത് പ്ലാൻ ചെയ്തതായിരിക്കാം. എപ്പോഴെങ്കിലും എന്നേലും ഒരു കാര്യത്തിന് സാർ ആരെങ്കിലും തല്ലുവാണെങ്കിൽ സാറിൻ്റെ വീഡിയോ എടുത്ത് പുറത്ത് വിടാമെന്ന് വിചാരിച്ചു തരാം. അപ്പോൾ സാറ് ക്ലാസ്സിൽ കുട്ടികളെ നല്ലപോലെ തല്ലുന്നുണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ആർക്കും എതിർപ്പില്ല, അത് ആ പേരൻസിന് പോലും എതിർപ്പില്ല, നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണെന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെതായ ദേഷ്യം വന്ന് കാണുമായിരിക്കും. ഒന്നാമത് കാഴ്ചയൊക്കെ കുറവുള്ള ഒരാളെ എന്നെ ഭയങ്കരമായിട്ട് അവഹേളിച്ചല്ലോ എന്ന് ചിന്തിച്ച് കാണും. നോക്കുമ്പം സാറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും തെറ്റായിട്ട് അതിനകത്ത് ഒരുപാടുണ്ട്, എന്നാൽ ശരിയായിട്ടും ഉണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെയൊക്കെ തല്ലിക്കഴിഞ്ഞാൽ ആരും ഒന്നും പറയുകയില്ല. കാര്യം പേരൻസിന് അറിയാം മക്കളെ തല്ലുന്ന എന്നതിനെന്നറിയാം, അവർ പഠിക്കാൻ വേണ്ടിയാണ് തല്ലുന്നല്ലേ, അവർ നല്ലതിന് വേണ്ടി ചെയ്യുന്നതെന്നറിയാം. പക്ഷേ ഇതുപോലൊന്നും പണ്ടത്തെ കാലത്ത് ഇത്രയൊക്കെ അടിച്ച് പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നില്ല. 1-2 അടിയൊക്കെ അതേ ഉള്ളൂ. പക്ഷെ ഇത് ഒരുപാടായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്താണ്, പറ്റിപ്പോയി. അല്ലാതെ ഒരിക്കലും ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് കുട്ടിയോട് ചെയ്തതല്ല. എനിക്കുണ്ടായ ഒരു വിഷമം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചെങ്കിൽ, ഞാൻ നിങ്ങളിലൊരാളായി കാണും. നിങ്ങൾക്ക് ആരെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വേദന അറിയും. ഇത്രയും കുട്ടികളുള്ള ആ ക്ലാസ്സിൽ എന്നെ കോമാളിക്ക് തുല്യമായിരുന്നു കുട്ടികൾ ചെയ്തിരുന്നത്. മേശറ മുകളിൽ കയറിയിരിക്കുക, പിന്നെ എന്തൊക്കെയാണ് അവരോട് ചെയ്തിരുന്നതെന്ന് എനിക്ക് കാണില്ലല്ലോ. ആ അപ്പോൾ ഉണ്ടായ ഒരു വികാരം കൊണ്ട് പറ്റിപ്പോയതാണ്. ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ആയിരിക്കാം, അപ്പോൾ ഉണ്ടായ ഒരു ദേഷ്യത്തിന് ചെയ്തതായിരിക്കാം. പക്ഷെ വായി നിന്ന് വാക്കുകളും ഇച്ചിരി കൂടുതലായിരുന്നു. ഒരു കുട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ആ കൂടെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ശരിയാണ്, സംഭവിച്ചു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈകല്യത്തെയാണ് അവർ ചൂഷണം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. അധ്യാപകനാണ്, പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളങ്ങനെ കാണിച്ചപ്പോൾ ദേഷ്യ സങ്കടവും വന്നു, അതിൻ്റെ ഇതിലാണ്. പക്ഷേ എത്ര ദേഷ്യം ഇത് വന്നാലും കുട്ടികളാണെന്നുള്ളൊരു പരിഗണന എപ്പോഴും കൊടുക്കണം. കുട്ടികളായിട്ട് തന്നെ കാണണം. ഒത്തിരി വലിയ മുതിർന്ന കുട്ടികളൊന്നും അല്ല, കൊച്ചു പിള്ളേരെ കണ്ടാന്ന് തോന്നുന്നത്. അപ്പം അത്രയും ഒരു ദേഷ്യം വരുമ്പം അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ. അല്ലാതെ കിട്ടുന്ന ഉടനെ തന്നെ എടുത്ത് അടിയും കൊടുത്ത് ഭയങ്കരമായിട്ട് അടിച്ചു, അല്ലെങ്കിൽ ആ ദേഷ്യത്തിന് കൈകൊണ്ട് അടിക്കുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് കൊള്ളു കൊടുക്കുകയോ ചെയ്ത്, അല്ലെ വടി കൊണ്ട് തന്നെ അടിച്ച്, അത് ഏതെങ്കിലും ഒരു ആ ഒരു ദേഷ്യത്തിന് അടിക്കുന്ന സമയത്ത് ആ വടി മാറി എവിടെയെങ്കിലും ഒന്ന് കൊണ്ട് എന്നേലും ഇത് വന്നു കഴിഞ്ഞാൽ അറിയാതെ പറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒട്ടുമില്ല. അപ്പം ദേഷ്യം നിയന്ത്രിക്കുക എന്നുള്ളത് സാറ് നോക്കേണ്ട കാര്യമായിരുന്നു. എന്നാണേലും ഇത് ഭയങ്കര വിഷയമാക്കി അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇതായിട്ട് നല്ലത്. കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലമാണ്, പിള്ളേരെയൊക്കെ ഭയങ്കര പാടാണ്. ശരിയാണ്, ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെ. പിന്നെ ഒരു കാര്യമുണ്ട്, പണ്ടൊക്കെ എന്ന് പറയുമ്പം വീട്ടിൽ നിന്ന് പേരൻസ് വഴക്ക് പറയും, തല്ലും. ഇന്നത്തെ പിള്ളേരെ പേരൻസ് പോലും വഴക്ക് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ അതൊക്കെ വലിയ നാശത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഈ ഒരു കുട്ടികളെ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും തല്ലുന്നു എടുക്കുന്നു എന്നും പറഞ്ഞ അവരുടെ തോന്നിയാസങ്ങൾക്ക് മൊത്തവും നമ്മൾ കണ്ണടച്ച് നിന്ന് കഴിഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ നേരെ വളർത്താത്ത കുട്ടികളെ നാട്ടുകാർ തല്ലി വളർത്തേണ്ടി വരും, പിന്നെ പോലീസുകാർ തല്ലി വളർത്തേണ്ടി വരും. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ കാരണവന്മാർ വഴക്ക് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ അവരെ ധിക്കരിക്കാൻ പേടിയുണ്ട്, തൻ്റെ അടുത്തുകൂടി ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, അവർക്കൊക്കെ ഒരു ഭയമുണ്ട്. അപ്പനും അമ്മയെന്ന് പറഞ്ഞാൽ അവർ വില കൊടുക്കുന്നുണ്ട്. അതേ ഇത് തന്നെയായിരുന്നു അധ്യാപകർക്കും കൊടുത്തത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ അടുത്തോട്ട് വരുമ്പോൾ സാരിയുടെ തുമ്പ ഇങ്ങനെ പിടിക്കുമായിരുന്നു. അവർ പോലും അറിയാതാണ് സാരിയുടെ തുമ്പയെ പിടിക്കും. കാര്യം അവരറിഞ്ഞ പേടിയാണ്. എന്നാലും നമുക്ക് ഒരാൾ സാരിയുടെ തുമ്പലത്ത് പിടിച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അതുപോലൊക്കെ നിന്ന് ഇന്നിപ്പോൾ അങ്ങനെയല്ല. അധ്യാപകരും കുട്ടികളും കൂട്ടുകാരെ പോലെയാണ് നടക്കുന്നത്. അവർ കൂട്ടുകാരെ പോലെയാണ്, തൊള കൈയിട്ടാണ് നടക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഈ ഒരു ശിക്ഷണവും കൂടിപ്പോയി, കുട്ടികൾ കാണിച്ച തെറ്റും കൂടിപ്പോയി. അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലായിരുന്നു. അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് പറഞ്ഞ് പഠിക്കുന്നിടത്ത് ഒരു ഗുരുവിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പം അത് കുട്ടിയുടെ അപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് സ്വാഭാവികമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വേറൊരാൾ അടിക്കുന്ന ഒരു വീഡിയോ എടുത്ത് നമ്മളെ കാണിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമിക്കും. ഈ പറഞ്ഞ് എനിക്കാണെങ്കിലും സങ്കടം വരും. അദ്ദേഹം അത് പറയുന്നുള്ളൂ. ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടിക്ക്. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായിരിക്കും. അത് പുറം ലോകം അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കാം.
അതാ ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഈ അധ്യാപകൻ എപ്പോഴും ഈ പിള്ളേരെ തല്ലുകെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, ശിക്ഷണം പരിധി വിടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ പ്ലാൻ ചെയ്ത് തന്നെയായിരിക്കാം മൊബൈൽ കൊണ്ട് വന്നതും വീഡിയോ എടുത്തതുമൊക്കെ. അല്ലാതെ ചുമ്മാ അറിയാതെ യാദൃശ്ചികമായിട്ട് ആദ്യമായിട്ട് എടുത്തൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ പ്ലാൻ ചെയ്ത് തന്നെ മൊബൈൽ ഇവർ കൈ കരുതി വെച്ചിരുന്നായിരിക്കും. ഇനി സാർ ഇങ്ങനെ കുട്ടികളെ ആരെങ്കിലും തല്ലുകയോ എടുക്കുകയോ ചെയ്താൽ അത് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ അവർ കൈ കരുതി വെച്ചിരുന്നതാണ്. അത് പുറത്ത് വിടാൻ വേണ്ടി തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാണേലും സാറിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, സാറിനെ വിമർശിക്കുന്നവരുമുണ്ട്. അവനെൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ടാലും നമുക്ക് നോക്കും, അത് സ്വാഭാവികം. പക്ഷെങ്കിൽ സാറിൻ്റെ അടുത്ത് കുട്ടി കാണിച്ചത് ശരിയായിട്ടില്ല. സാറ് കുട്ടിയുടെ അത്ര എന്നെ തല്ലാനും പാടില്ലായിരുന്നു. രണ്ട് ഭാഗത്തും തെറ്റുണ്ട്, രണ്ട് ഭാഗത്തും. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക കുട്ടികളോട്, അധ്യാപകനാണ്, ക്ലാസ്സിൽ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക, മാന്യമായിട്ടിരിക്കുക. ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം 4 ലക്ഷം പഠിപ്പിക്കുന്ന ഒരു ഗുരു അല്ലാതായി തീരുന്നില്ല. അദ്ദേഹം പഠിപ്പിക്കുന്ന ആ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആ മനുഷ്യനെ അങ്ങനെ അവഹേളിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ സാറും നല്ല ദേഷ്യക്കാരനെന്ന് സാറിനെ കണ്ടാലറിയാം. രണ്ട് ഭാഗത്തും ഇതേ എനിക്ക് പറയാനുള്ളൂ. എന്നാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ ഒരു വീഡിയോയെ പറ്റി ഒരു കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. കുട്ടികൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് അവർ ചെയ്യുക. അധ്യാപകർ ചെയ്യേണ്ട കാര്യങ്ങൾ അധ്യാപകർക്കും ഉണ്ട്, അത് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാവുന്നേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ.